കർണാടകയിലെ ലേറ്റസ്റ്റ് ഇൻസ്പെക്ഷൻ പ്രകാരം സ്വന്തമായിട്ട് ഫെസിലിറ്റീസും ഓൺ ഹോസ്പിറ്റൽസും ഉള്ള കോളേജിന്റെ ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കോളേജ് നെയിമും ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്രസ്സും അതുപോലെ സ്വന്തമായ ഹോസ്പിറ്റലും ആ ഹോസ്പിറ്റൽ ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ് എന്നൊരു ലിസ്റ്റാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനകത്ത് സ്വന്തമായിട്ട് ഹോസ്പിറ്റലോ ഫെസിലിറ്റീസോ ഒക്കെ ഒന്നും ഇല്ലാത്ത കോളേജ് ഈ ലിസ്റ്റിൽ ഇല്ല. അപ്പൊ ഈ ലിസ്റ്റിലുള്ള കോളേജാണ് നല്ല സ്യൂട്ടബിൾ ആയിട്ട് സ്വന്തമായിട്ട് ഫെസിലിറ്റീസും ഹോസ്പിറ്റലും കാര്യങ്ങളും ഈ ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജ് 2-3 കോളേജ് അവിടെ നൾ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. RGK മെഡിക്കൽ കോളേജ് ആ ഒരു സങ്കടകരമായ ഇൻസിഡന്റിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ നമ്മുടെ നഴ്സിംഗ് സ്റ്റുഡൻസ് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനൊക്കെ വളരെ മോശമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടി സമയത്തൊക്കെ ഒരുപാട് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹിന്റ് ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, തൊട്ട് പുറകിലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് 2-3 സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് തന്നായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് എന്താണ് പ്രശ്നം. ഒരുപാട് കുട്ടികൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ നഴ്സിംഗിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് നമ്മൾ ഓരോ വീടുകളിൽ പോയിട്ടുള്ള അതിനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ കാണാത്തവരൊക്കെ ജസ്റ്റ് കയറി കാണുക. നിങ്ങൾക്ക് പോകുന്ന സ്റ്റുഡൻസ് അവര് സെൽഫ് പ്രിപ്പയർ ആയിട്ടിരിക്കുക. latest inspection prakaram clinical facilities or parent or attached or affiliated hospitals details as per the application received through online portal from the college for the year 2024-25 അതിനകത്ത് കൊടുത്തിരിക്കുന്ന കോളേജിന്റെ ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കോളേജിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആൻഡ് പ്ലേസ് ലൊക്കേറ്റഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന AGM കോളേജ് ഓഫ് നഴ്സിംഗ് ഹുബ്ലി അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടെ എല്ലാ പേജസും ഞാൻ ഫിക്സ് ചെയ്തേക്കാം. ഉടൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ഏതാണ്, നിങ്ങളുടെ കോളേജ് ഏതാണ്, നിങ്ങളുടെ കോളേജിന്റെ പേരന്റ് ഹോസ്പിറ്റൽ ഏതാണ്, നിങ്ങളുടെ ഏത് ഹോസ്പിറ്റലാണ് നിങ്ങളുടെ കോളേജിന്റെ പേരന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഇതിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതില് ചില ഭാഗത്ത് നളെന്ന് കൊടുത്തിട്ടുണ്ട്. മേ ബി അതിന്റെ ഹോസ്പിറ്റൽസ് കാണില്ല, അതുകൊണ്ടായിരിക്കും നളെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലിസ്റ്റ് ഇറങ്ങിയ പ്രകാരം ഓരോ ഹോസ്പിറ്റൽസ് അവരുടെ ഫെസിലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത ഹോസ്പിറ്റൽസ് ആണ്. ഇൻസ്പെക്ഷൻ പ്രകാരം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത ഹോസ്പിറ്റലാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് കാണാവുന്നതാണ്. അതുപോലെ ഇതിനകത്ത് 3 ഹോസ്പിറ്റൽസ് അടുപ്പിച്ച് ഫെസിലിറ്റീസ് ഇല്ലാത്തതായി കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതിനകത്ത് 615ഓളം കോളേജ് ഉണ്ട്. ഓൺ ഹോസ്പിറ്റൽ ഓർ പേരന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫെസിലിറ്റീസും കാര്യങ്ങളായിട്ട് ഇൻസ്പെക്ഷനിൽ നിന്ന് ഓൺലൈനായിട്ട് റിസീവ് ചെയ്ത് കോളേജിൽ നിന്ന് ഓൺലൈനായിട്ട് റിസീവ് ചെയ്ത ഒരു പ്രകാരമാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കോളേജിൽ സ്വന്തമായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിനകത്തുനിന്ന് മനസ്സിലാവും. സോ എല്ലാവരും ക്ലിയർ ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇത് ഓൾമോസ്റ്റ് ഒരു ഓൾമോസ്റ്റ് 614 കോളേജ് ഉണ്ട്. പിന്നെ തൊട്ടടിയിലായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് ആസ് പെർ ദ ഓർഡർ ഓഫ് ഹൈക്കോർട്ട് ഇൻ WP നമ്പർ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് കോളേജസ് അഫിലിയേറ്റഡ് ടു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ഓൺ പേരന്റ് അറ്റാച്ച്ഡ് ഓർ അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസ് ആസ് പെർ ദ ഓർഡർ ഓഫ് ഹൈക്കോർട്ട് ലിസ്റ്റ് ഓഫ് കോളേജസ് അഫിലിയേറ്റഡ് ടു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആൻഡ് വിത്ത് ഡീറ്റെയിൽ ഓഫ് these hospitals listed below based on the data available from online application duty filled by the colleges of affiliation for academic year of 2024 and 25. The confirmation of the own parent attached affiliated hospital in the subject to LIC inspection and approval of affiliation for the academic year 2024-25. Till then it is provisional. The hospital status still the number is not mentioned as the college have not uploaded in the online portal for the affiliation for the year 2024-25. നിങ്ങൾ വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. നിങ്ങളുടെ ഹോസ്പിറ്റൽ ഏതാണ് നിങ്ങൾ ജസ്റ്റ് ഇതിൽ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്രസ്സും ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ആൻഡ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹോസ്പിറ്റൽ ആൻഡ് അവരുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ക്ലിയർ ആക്കുക. ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും ലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക് യു.